80 കിലോമീറ്റർ ചുറ്റളവിൽ അവൾ അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന് തനിക്ക് ലഭിച്ചിരിക്കുന്ന ഈ അമ്മയുടെ ദൗത്യം, 2 കാര്യങ്ങൾ നീ അവരെ പഠിപ്പിച്ചാൽ മതി. 1, കുരിശു വരക്കാൻ പഠിപ്പിക്കണം. 2, കൂദാശകളെ പറ്റി പഠിപ്പിക്കണം. വീടുകളിലൂടെ കയറിയിറങ്ങി കുട്ടികളെ ഇതിലേക്ക് ക്ഷണിക്കുമ്പോൾ മാതാപിതാക്കൾ ആദ്യം വിസമ്മതിച്ചിട്ടുണ്ട്. അവളുടെ കൂടെ പരിശുദ്ധ കന്യകാമറിയം ഉണ്ട് എന്ന് അവിടെയുള്ളവർക്ക് ഒരു ബോധ്യം നൽകുന്നുണ്ട്. ആ ദൈവാലയത്തിലുണ്ടായിരുന്ന ഓരോ മക്കളെയും അഗ്നി സ്പർശിക്കാതെ, ആ പ്രദേശം മാത്രം അഗ്നിയുടെ സ്പർശനമേൽക്കാതെ ഇങ്ങനെ മാറി നിന്നു. ഇവൾ സാധാരണക്കാരിയല്ല, ഇവളുടെ കൂടെ പരിശുദ്ധ അമ്മ ഉണ്ട് എന്നുള്ളത്. ചുറ്റുപാടുമുള്ള കുട്ടികളെ നെഞ്ചോട് ചേർത്ത് നിർത്തി രക്ഷയുടെ അനുഭവം അവർക്ക് പകർന്നു നൽകുന്നതിൽ നീ മടി കാണിക്കരുതെന്നാണ് പറയുന്നത്. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് നല്ല സഹായത്തിൻ്റെ അമ്മ, അവർ ലേഡി ഓഫ് ഗുഡ് ഹെൽപ്പ്, ആ അമ്മയെപ്പറ്റിയാണ് ചിന്തിക്കാൻ പോകുന്നത്. ആ അമ്മ പരിശുദ്ധ കന്യകാമറിയമാണ് എന്നതിൽ നമുക്കെല്ലാവർക്കും അറിയാം. ഈ പേര് എന്തുകൊണ്ട് ഈ അമ്മയ്ക്ക് കിട്ടിയെന്ന് ചോദിച്ചാൽ, അമേരിക്കയിലെ ചാമ്പ്യൻ എന്ന് പറയുന്ന സ്ഥലത്ത് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. പ്രത്യക്ഷപ്പെട്ടത് അമേരിക്കയിലാണെങ്കിലും അത് ആസ്വദിക്കാനുള്ള ഭാഗ്യം ലഭിച്ചത് ബെൽജിയംകാരിയായ അഡൽ ബ്രൈസ് എന്ന് പറയുന്ന 28 വയസ്സ് പ്രായമുള്ള ഒരു യുവതിക്കായിരുന്നു. ഈ യുവതിയുടെ മുമ്പിൽ, ഈ സ്ത്രീയുടെ മുമ്പിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട് 2 സന്ദേശങ്ങളാണ് നൽകിയത്. 1, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അത് പൊതുവെ മറ്റ് പ്രത്യക്ഷപ്പെടലുകളിലൂടെ അമ്മ നൽകിയിട്ടുള്ളൊരു സന്ദേശമാണ്. പക്ഷേ രണ്ടാമതൊരു സന്ദേശം കൂടെ നൽകി. അത് വേറൊന്നുമായിരുന്നില്ല, നിന്നാൽ കഴിയുന്ന രീതിയിൽ കുട്ടികളെ ഒരുമിച്ച് കൂട്ടി രക്ഷയുടെ അറിവ് പകർന്നു നൽകണമെന്ന് അമ്മ അവളോട് ആഹ്വാനം ചെയ്തു. അവൾക്ക് ലഭിച്ച ഈ അമ്മയുടെ ആഹ്വാനം അവളാൽ കഴിയുന്ന രീതിയിൽ പൂർത്തീകരിക്കാൻ വേണ്ടി അവൾ പരിശ്രമിക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, അതിനുവേണ്ടി അവൾ സഞ്ചരിച്ചത് എന്ന് പറയുന്നത് 80 കിലോമീറ്റർ ചുറ്റളവിൽ അവൾ അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന് തനിക്ക് ലഭിച്ചിരിക്കുന്ന ഈ അമ്മയുടെ ദൗത്യം പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുവാനായിട്ട് പരിശ്രമിക്കുക. പ്രിയമുള്ളവരെ, വീടുകൾ കയറിയിറങ്ങി തങ്ങളുടെ മക്കളെ ഒരുമിച്ച് കൂട്ടി ഓരോ കുട്ടിക്കൂട്ടങ്ങളുണ്ടാക്കി രക്ഷയുടെ അനുഭവം പകർന്നു കൊടുക്കുമ്പോൾ പരിശുദ്ധാമ്മ അവൾക്ക് നൽകിയിരുന്ന ഈ ഒരു സന്ദേശം പ്രാവർത്തികമാക്കാൻ വേണ്ടി അമ്മ തന്നെ അവളോട് പറഞ്ഞിരുന്നു, 2 കാര്യങ്ങൾ നീ അവരെ പഠിപ്പിച്ചാൽ മതി. 1, കുരിശു വരക്കാൻ പഠിപ്പിക്കണം. 2, കൂദാശകളെ പറ്റി പഠിപ്പിക്കണം. അതെ, കുരിശും കൂദാശയും രക്ഷയുടെ അടയാളമാണെന്ന് പരിശുദ്ധ അമ്മ അവൾക്ക് പകർന്നു നൽകിയപ്പോൾ അത് അവൾ ജീവിതത്തിലൂടെ പാലിക്കാൻ പരിശ്രമിക്കുക. വീടുകളിലൂടെ കയറിയിറങ്ങി കുട്ടികളെ ഇതിലേക്ക് ക്ഷണിക്കുമ്പോൾ മാതാപിതാക്കൾ ആദ്യം വിസമ്മതിച്ചിട്ടുണ്ട്. ഒരുപാട് അസ്വസ്ഥതകളിലൂടെ അവൾ കടന്നു പോയിട്ടുണ്ട്. ഈ അസ്വസ്ഥതകളൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടി പരിശുദ്ധ അമ്മ തന്നെ ഒരു പ്രത്യേക അടയാളത്തിലൂടെ അവളുടെ കൂടെ പരിശുദ്ധ കന്യകാമറിയം ഉണ്ട് എന്ന് അവിടെയുള്ളവർക്ക് ഒരു ബോധ്യം നൽകുന്നുണ്ട്. 1871 അമേരിക്കയിലെ ഒരു പ്രദേശം മുഴുവനും കാർന്നു തിന്ന ഒരു ദുരന്തമായിരുന്നു പെസ്റ്റിഗോ അഗ്നിബാധ എന്നത്. ഈ പെസ്റ്റിഗോ അഗ്നിബാധ ഒരു പ്രദേശം മുഴുവനും ഇങ്ങനെ അഗ്നി കവർന്നെടുക്കുമ്പോൾ അഡൽ ബ്രൈസ് താമസിച്ചിരുന്ന ആ പ്രദേശവും അവിടെ ഉണ്ടായിരുന്ന ദൈവാലയവും ആ ദൈവാലയത്തിലുണ്ടായിരുന്ന ഓരോ മക്കളെയും അഗ്നി സ്പർശിക്കാതെ, ആ പ്രദേശം മാത്രം അഗ്നിയുടെ സ്പർശനമേൽക്കാതെ ഇങ്ങനെ മാറി നിന്നു. അത് മറ്റുള്ളവർക്ക് വലിയൊരു ബോധ്യപ്പെടുത്തലാണ് നൽകിയത്. അത് മറ്റുള്ളവർക്ക് വലിയൊരു ഉറപ്പാണ് നൽകിയത്. ഇവൾ സാധാരണക്കാരിയല്ല, ഇവളുടെ കൂടെ പരിശുദ്ധ അമ്മ ഉണ്ട് എന്നുള്ളത്. പ്രിയമുള്ളവരെ, അമ്മ ഈ മകളിലൂടെ ലോകം മുഴുവനിലേക്കും പകർന്നു നൽകാൻ ആഗ്രഹിക്കുന്നത് ഒരൊറ്റ കാര്യം, ചുറ്റുപാടുമുള്ള കുട്ടികളെ നെഞ്ചോട് ചേർത്ത് നിർത്തി രക്ഷയുടെ അനുഭവം അവർക്ക് പകർന്നു നൽകുന്നതിൽ നീ മടി കാണിക്കരുതെന്നാണ് പറയുന്നത്. കരങ്ങൾ കൂപ്പാം, കണ്ണുകളടക്കാം, പ്രാർത്ഥിക്കാൻ നമുക്ക്. അമ്മ നൽകിയ സന്ദേശം മനസ്സിൽ ധ്യാനിക്കും. നിന്റെ ചുറ്റുപാടുമുള്ള കുഞ്ഞുങ്ങളെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ, കുരിശിലൂടെയും കൂദാശകളിലൂടെയും രക്ഷ ആസ്വദിക്കാൻ പറ്റും എന്നൊരു ബോധ്യം കുഞ്ഞുങ്ങൾക്ക് പകർന്നു നൽകുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മളുടെ കൺമുമ്പിൽ പലതും നാം കാണുന്നുണ്ട്, കണ്ടില്ല എന്ന് നടിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നാട്യം അവസാനിപ്പിക്കാൻ അമ്മ ആവശ്യപ്പെടുകയാണ്. ജീവിക്കാം നാട്യങ്ങളില്ലാതെ. ചുറ്റുപാടുമുള്ള മക്കളിലേക്ക് ക്രിസ്തുവിനെയും ക്രിസ്തുവിൻ്റെ വലിയ സന്ദേശത്തെയും പകർന്നു നൽകി രക്ഷയുടെ അനുഭവത്തിലേക്ക് അവരെ കൊണ്ടുവരുവാൻ കർത്താവേ, എന്നെയും നീ ഒരു നിമിത്തമാക്കി മാറ്റണമേ.
കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ഈശോ മിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ.